അമ്മയാകുമ്പോഴത്തേക്കും എന്തിനാ ഇത്ര സില്ലി ആവുന്നത്, കുറച്ചുകൂടെ ബോൾഡ് ആവണം. പക്ഷെ എൻ്റെ നേച്ചർ ഇങ്ങനെയാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേയ്സ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി ആണല്ലോ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയും സെക്കൻഡ് പ്രഗ്നൻസിയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് എനിക്ക് ഒരു വ്യത്യാസങ്ങളുള്ള ഒരുപാട് അമ്മമാരുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ നീനുവിൻ്റെ പ്രഗ്നൻസി നമ്മൾ അറിഞ്ഞത് തന്നെ, നീനുവിൻ്റെ പ്രഗ്നൻസി ഫുള്ളി നമുക്ക് അറിയായിരുന്നു. പക്ഷേ നമ്മുടെ സെക്കൻഡ് പ്രഗ്നൻസി ഭയങ്കര ഞെട്ടലോടെയാണ് അറിയുന്നത്. ഓൾറെഡി ഒരു 6 വീക്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് തന്നെ. അപ്പോഴത്തേക്കും എനിക്ക് ചെറിയ രീതിയിലുള്ളൊരു വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ സിംറ്റംസ് തന്നെ ഈ വൊമിറ്റിങ്ങും ഈ ഒരുമാതിരി ടയർഡ്നെസ്സും ഒക്കെ ആണല്ലോ. അപ്പോൾ നീനുവിൻ്റെ സമയത്ത് എനിക്ക് ഒരുപാട് അത് കൂടുതലായിരുന്നു. അത് ചിലപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസി ആയതുകൊണ്ടാണോ, അങ്ങനെ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയത്തില്ല, ആദ്യത്തെ കുറേ നാൾ എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. എഴുന്നേൽക്കുന്ന സമയത്തും ഈ രാവിലെയുള്ള അസ്വസ്ഥതകളെ ഭയങ്കര കൂടുതലായിരുന്നു. അത് ഈ സമയത്തും സെക്കൻഡ് പ്രഗ്നൻസി സമയത്തും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത്രയും പ്രശ്നമില്ലായിരുന്നു. ഫസ്റ്റ് പ്രഗ്നൻസി ആയിരുന്നത് ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ അന്ന് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും അറിയത്തില്ലായിരിക്കും. കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയി കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഷവർമയൊക്കെ ഉണ്ടാക്കി തരുന്നതും നമ്മൾ കുറച്ച് യൂട്യൂബിൽ കുറച്ച് നല്ല സക്സസ്ഫുൾ ആവുന്നതും ഒക്കെ ഞാൻ പ്രഗ്നൻ്റ് ആയതിനൊക്കെ ശേഷമാണ്. അതുകൊണ്ട് അങ്ങനത്തെ വീഡിയോസൊന്നും നിങ്ങൾ കാണാൻ സാധ്യതയില്ല. പിന്നെ സെക്കൻഡ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഭയങ്കര സ്കിൻ ഇഷ്യൂസ് ആയിരുന്നു കേട്ടോ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ. നീനുമ്മേനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വലിയ പിമ്പിൾസ് വരികയും ഭയങ്കര ഒരുമാതിരി ആയിരുന്നു കേട്ടോ. എനിക്ക് സ്കിൻ ഇഷ്യൂസ് ഭയങ്കര കൂടുതലായിരുന്നു. ഡാർക്ക് പാച്ചസ് ഒക്കെ വരികയും ഫുള്ള് പിമ്പിൾസ് വരികയും അങ്ങനെയൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ്, സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആവുക, അങ്ങനെയുള്ള ഇതായിരുന്നു നീനുമ്മേനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത്. പക്ഷേ ഈ ഒരു പ്രഗ്നൻസിയിൽ എനിക്ക് അങ്ങനത്തെ സ്കിൻ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ സമയത്തൊക്കെ എനിക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങാനൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം കമൻറ്റ് ബോക്സിൽ വരെ കമൻറ്റുകൾ വരെ വരുമായിരുന്നു, ചൊറി പിടിച്ച മുഖം, ചൊറി പിടിച്ച ഫേസ്, അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് കമൻസ് ഒക്കെ വരുമായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഭയങ്കര സ്കിൻ ഇഷ്യൂസ് ആയിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അത്രയും ഇല്ല. പക്ഷെ ഈ കഴുത്തിലെ കറുപ്പൊക്കെ സ്വാഭാവികമാണ്. അത് എല്ലാ പ്രഗ്നൻസിയിലും വരും കേട്ടോ. നമ്മൾ ഈ ടാബ്ലറ്റ് കഴിക്കുന്നതിൻ്റെയും പിന്നെ ഹോർമോണൽ ഇംബാലൻസിൻ്റെയും അങ്ങനത്തെയൊക്കെയാണ് ഈ കഴുത്തിലെ കറുപ്പ് വരുന്നത്. അത് നമുക്ക് ഈ ടൈമിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെയ്താലും ഇത് മാറത്തുമില്ല. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രേവിങ്സിനെ കുറിച്ചാണ് കേട്ടോ. നീനുമ്മേനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സ്വീറ്റ് ക്രേവിങ്സ് ആയിരുന്നു. എന്ന് വെച്ചാൽ മധുരം എത്ര കഴിച്ചാലും എനിക്ക് മതി വരത്തില്ലായിരുന്നു. ഭയങ്കര സ്വീറ്റ് ക്രേവിങ്സ് ആയിരുന്നു. പക്ഷേ ഈ ഒരു പ്രഗ്നൻസിയിൽ എനിക്ക് അങ്ങനത്തെ ക്രേവിങ്സോ കാര്യങ്ങളോ ഒരുപാടൊന്നും വന്നിട്ടില്ല. ആ സമയത്ത് ഏട്ടൻ എനിക്ക് ഇഷ്ടം പോലെ ഫുഡ് ഉണ്ടാക്കി തരികയും ചെയ്യുമായിരുന്നു നീനുമ്മയുടെ സമയത്ത്. പക്ഷേ ഇപ്പം അത്ര ഏട്ടന് പറ്റുന്നില്ല. കാരണം നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട്, ഏട്ടൻ ഭയങ്കര തിരക്കും ആയതുകൊണ്ട് എനിക്ക് അത്രയും ഫുഡൊന്നും ഉണ്ടാക്കി തരാൻ ഈ പ്രഗ്നൻസിയിൽ പറ്റിയിട്ടില്ല. ആ സമയത്ത് എനിക്ക് ഇഷ്ടം പോലെ ഫുഡ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതെൻ്റെ ദേഹത്തൊക്കെ കാണാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് എനിക്ക് അത്രയും ക്രേവിങ്സും ഒരുപാട് കൊതി തോന്നിയ ഭക്ഷണം അങ്ങനെയൊന്നും പറയാനൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് കൊതിയായിട്ട് കഴിച്ച ഫുഡ്, അല്ലെങ്കിൽ ഈ മധുരത്തിനോട് ക്രേവിങ്സ്, അല്ലെങ്കിൽ പുളിയോടെ ക്രേവിങ്സ്, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഈ ഒരു പ്രഗ്നൻസിയിൽ. പിന്നീട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേബി ബമ്മിനെ കുറിച്ചാണ്. ഈ എല്ലാവരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, ചില ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലേ വയറ് കാണാൻ പോലും പറ്റത്തില്ല എന്ന്. പക്ഷെ നീനുമ്മയുടെ സമയത്ത് എനിക്ക് നല്ല വയറും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് തുടക്കത്തിലേ എനിക്ക് വയറ് കുറവായിരുന്നു. വളരെ ചെറിയൊരു ബേബി ബമ്മാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ചെറുതാണ്. അതിപ്പോൾ നമ്മളൊരു പബ്ലിക് പ്ലേസിലൊക്കെ പോയി നിൽക്കുമ്പോഴേ ചിലരിങ്ങനെ വന്ന് ഇങ്ങനെ നടന്നൊക്കെ പോകുമ്പോഴത്തേക്ക് ഇച്ചിരി തിരക്കൂടിയ സ്ഥലമാണെങ്കിൽ നമ്മളിങ്ങനെ തട്ടിയിട്ടൊക്കെ അങ്ങ് പോവും. ഇപ്പോൾ
തട്ടിയിട്ട് അങ്ങ് പോകും. അപ്പോഴത്തേക്കും ഞാൻ ആലോചിക്കും, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അവർ കണ്ടില്ല, എന്താ തട്ടിയിട്ട് പോയെ? അപ്പോഴാണ് അനിയത്തിയൊക്കെ പറയുന്നത്, എടി ഈ ഡ്രസ്സ് ഇട്ടാൽ നീ പ്രഗ്നൻ്റ് ആണെന്ന് പറയത്ത പോലുമില്ല, മനസ്സിലാവത്തില്ല വയറുണ്ടെന്ന്. പക്ഷേ നീനു ബേബിയുടെ സമയത്ത് ഞാൻ എവിടെ ചെന്ന് നിന്നാലും എനിക്കൊരു ചെയർ അവിടെ ഫിക്സ്ഡ് ആയിരുന്നു, ആരെങ്കിലും എണീറ്റ് മാറിത്തരിക, അങ്ങനത്തെ കൺസിഡറേഷനൊക്കെ നീനുമ്മയുടെ സമയത്തുണ്ടായിരുന്നു. പക്ഷെ ഈ സമയത്ത് വയറൊട്ടും ഇല്ലാത്തതുകൊണ്ട് ആരും ശ്രദ്ധിക്കത്ത പോലുമില്ല പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം നീനുമ്മയുടെ സമയത്ത് അങ്ങനത്തെ കൺസിഡറേഷനൊക്കെ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ നിന്നുള്ള പാമ്പറിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഭയങ്കര പാമ്പറിങ് ആയിരുന്നു. കാരണം ഞാൻ അനങ്ങുമ്പോൾ അല്ല, ഞാൻ ഒന്ന് അനങ്ങി എന്നൊരു ശബ്ദം വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റിച്ചു എന്നുള്ള ചോദ്യങ്ങൾ 4 സൈഡിൽ നിന്നും വരും. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പം എല്ലാവർക്കും അറിയാം, എന്നെ പോലെ തന്നെ എൻ്റെ ചുറ്റുമുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലായി അത് കുഴപ്പമൊന്നും ഇല്ല, ഇങ്ങനെ ചരിയുമ്പോൾ ഉള്ള പെയിനും ഇച്ചിരി ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഓക്കെയാണ്, നോർമലാണെന്നുള്ളത്. പക്ഷെ ഇനി ഇപ്പം ഏറ്റവും കൂടുതൽ പാമ്പർ ചെയ്യുന്ന ഒരാളുണ്ട്, അതെൻ്റെ നീനുമ്മയാണ് കേട്ടോ. നീനുമ്മ ഭയങ്കരമായിട്ട് തന്നെ ഓരോ ദിവസവും കഴിയും തോറും അവൾ എന്നെ കൊഞ്ചിക്കുന്നതിനും എന്നോടുള്ള അറ്റാച്ച്മെൻറ്റും കൂടി വരുവാണ്. എനിക്ക് മുമ്പൊന്നും ഇവളിങ്ങനെ വീട്ടിലൊന്നും ആക്കിയിട്ട് പുറത്തോട്ട് പോകുമ്പോഴൊന്നും എനിക്ക് വിഷമമൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ ഭയങ്കര വിഷമമാണ്. ഡെലിവറി അടുക്കും തോറും സത്യം പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഒരു ടെൻഷനായി വന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് വെച്ചാൽ ഞാൻ ലേബർ റൂമിൽ പോകുമ്പം നീനുമ്മയെ കാണാൻ പറ്റത്തില്ലല്ലോ, കുറേ നേരം കാണാതിരിക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോഴത്തേക്കും നീനുമ്മേനെ അടുത്ത് ഇപ്പം ഞാൻ ഫുൾ ടൈം ഒരു സൈഡിലോട്ട് ചരിഞ്ഞ് കിടന്നിട്ട് നീനുമ്മയുടെ സൈഡിലോട്ടല്ലേ കിടക്കുന്നത്. പിന്നെ വരുമ്പം അടുത്ത ആളൂടെ വരുമ്പം എങ്ങനെ ആയിരിക്കും, ഏട്ടൻ്റെ അടുത്ത് അവൾ കിടക്കുമോ? എൻ്റെ അടുത്ത് ഒരുപാട് പേര് മെസ്സേജ് അയക്കും കേട്ടോ, എന്തിനാ ഇത്ര സില്ലി ആവുന്നത്, കുറച്ചുകൂടെ ബോൾഡ് ആവണം. പക്ഷെ എൻ്റെ നേച്ചർ ഇങ്ങനെയാണ്, ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന നേച്ചറാണ്. ഈ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടേ എനിക്ക് എൻ്റെ നീനുമ്മേനെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള ടെൻഷൻസും കാര്യങ്ങളുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് കംഫർട്ടായിരിക്കുമോ? നമുക്കിപ്പം പുതിയൊരു ന്യൂ ബോൺ ബേബി ആകുമ്പോഴത്തേക്കും ആ കുഞ്ഞാവയ്ക്ക് പെട്ടെന്ന് നമ്മുടെ മാറ്റങ്ങളൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം ഇച്ചിരി അവളെ ആ കുഞ്ഞിനെ ഒന്ന് മാറ്റി കിടത്തിയാലും അതൊന്നും ആ കുഞ്ഞാവയ്ക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ നീനമ്മ ആകുമ്പോഴത്തേക്കും ഇപ്പം കരയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ കുഞ്ഞിനെ നോക്കാൻ വേറെ ആരും ഇല്ലേ, എന്നെ കാട്ടി എൻ്റെ അമ്മയും ഏട്ടനും എല്ലാവരും നോക്കും. പക്ഷെ നമ്മുടെ മനസ്സിൽ അമ്മ എന്നുള്ളൊരു ഇതുണ്ടല്ലോ, അതുകൊണ്ടാട്ടോ ഞാൻ ഇമോഷണൽ ആവുന്നത്. അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല ഞാൻ. അപ്പൊ ബേബി മമ്മിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നത്, എനിക്ക് ഭയങ്കര വയറ് കുറവാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ വെയിറ്റിന്റെ ഇതിലൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് സ്കാനിങ്ങിൽ വെയിറ്റിന്റെ കാര്യം, നീനുമ്മ കറക്റ്റ് അഡ്വക്കേറ്റിനെയും കാട്ടി വെയിറ്റ് ഉണ്ടായിരുന്നു ഓരോ സ്കാനിങ്ങിന് സമയത്തും. എനിക്ക് അപ്പോൾ വെയിറ്റിനെ കുറിച്ചൊരു ടെൻഷനും ഇല്ലായിരുന്നു. പക്ഷെ നമ്മുടെ സെക്കൻഡ് ബേബിയുടെ ഇതിൽ വെയിറ്റിൽ കുറച്ച് ഒരു ടെൻഷനുണ്ട്. കാരണം കറക്റ്റ് വെയിറ്റേ ഉള്ളൂ. ഞാനത് പറയാം, ഈ 32 വീക്കിലാണ് എനിക്ക് ലാസ്റ്റ് സ്കാനിങ് കഴിഞ്ഞ്. ആ 32 വീക്കിൽ നമുക്ക് ബേബിക്ക് 1800 to 2000, അതായത് 1.8 kg to 2 kg വേണം. അതായത് അഡ്യൂക്കേറ്റ് ആയിട്ടുള്ള വെയിറ്റ് അതാണ്. അപ്പോൾ ആ ഒരു വെയിറ്റ് കറക്റ്റായിട്ട് എത്തിയിട്ടേ ഉള്ളൂ ബേബി. അപ്പം അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. കാരണം പെട്ടെന്ന് ഡെലിവറി വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് വെയിറ്റ് കാണുമോ ഇല്ലയോ, കറക്റ്റ് അഡ്യൂക്കേറ്റ് ആയിട്ടുള്ള വെയിറ്റ് ആവുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട്. അപ്പോൾ വെയിറ്റിൻ്റെ കമ്പാരിസൺ അതുപോലെയാണ്. പിന്നെ ഡ്യൂ ഡേറ്റിൻ്റെത്, നീനുമ്മയുടെ ഡ്യൂ ഡേറ്റ് ആദ്യം പറഞ്ഞിരുന്നത് ജൂലൈ ഫസ്റ്റ് സെക്കൻഡ് വീക്കൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നീനുമ്മയുടെ ഡ്യൂ ഡേറ്റ് അങ്ങോട്ട് പോവുകയായിരുന്നു. അവസാനം 27-ലായി. 23-ൽ ഇടയ്ക്ക് വെച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഏട്ടൻ്റെ ബർത്ത്ഡേ ജൂലൈ 23, അപ്പോൾ അവളും ജൂലൈ 23 ആവുമല്ലോ എന്നുള്ള സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വീണ്ടും എക്സ്റ്റെൻഡ് ആയിപ്പോയി, 27-ലായി. അപ്പം നമ്മുടെ സെക്കൻഡ് ബേബിയുടെ ആണെങ്കിൽ ജൂലൈ ലാസ്റ്റ് പറഞ്ഞ ഡേറ്റ് ഇപ്പോൾ കയറി വന്നിപ്പോൾ ജൂലൈ 16th വരെ ആയി. അപ്പോൾ ഡ്യൂ ഡേറ്റിൽ ഉള്ള വ്യത്യാസം അതൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്നതിൻ്റെ കാര്യം, അതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മുടെ ഹോസ്പിറ്റലിലെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം അവിടെ ഹോസ്പിറ്റലിൽ തന്നെ ന്യൂ ബോൺ ബേബിക്ക് അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങൾ അവർ തന്നെ നമുക്ക്
പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങളൊന്നും അവരെടുക്കത്തില്ല. ഞാൻ ഓൾറെഡി അന്ന് മേടിച്ചിരുന്നത് സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ, അതായത് വീട്ടിൽ നമ്മൾ കൊണ്ടുവന്ന് വാഷ് ചെയ്യേണ്ട കാര്യങ്ങളില്ലായിരുന്നു. ഓൾറെഡി സ്റ്റെറിലൈസ് ചെയ്ത സാധനങ്ങളായിരുന്നു ഞാൻ വാങ്ങിച്ചത്. പക്ഷേ പറയാലോ, ആ ഒരു ബാസ്ക്കറ്റിലുള്ള A to Z സാധനങ്ങൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ആയിരുന്നു. വീട്ടിൽ കൊണ്ടുവന്നിട്ടും എല്ലാ സാധനങ്ങളും യൂസ്ഫുള്ളാണ്. പിന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും ഈ ന്യൂ മംസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ കയ്യിൽ വെച്ചേക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ടവൽസ് വെച്ചേക്കണം. അതായത് ബേബീനെ റാപ്പ് ചെയ്യാനുള്ള ക്യാപ്പുള്ള ടവലുകൾ വെച്ചേക്കണം. അതുപോലെ തന്നെ ബേബി വൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ബേബി വൈപ്സ് ഉണ്ടല്ലോ, ബാക്കി അത് അവോയ്ഡ് ചെയ്തിട്ട് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ബേബി വൈപ്സ് തന്നെ മാക്സിമം കൊണ്ടുപോകാൻ ശ്രമിക്കുക. പിന്നെ ഈ ഡയപ്പേഴ്സ് യൂസ് ചെയ്യുന്നല്ലോ, അതിങ്ങനെ ഇട്ട് കൊടുക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ, ഈ നിക്കർ പോലെ ഇട്ട് കൊടുക്കുന്നതിനെയും കാട്ടി ഒട്ടിക്കുന്നതാണ് എപ്പോഴും ന്യൂ ബോൺ ബേബീസിന് എപ്പോഴും ഒട്ടിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. കുറേ നാളത്തേക്ക്, ഒരു 3 മാസത്തേക്കെങ്കിലും അങ്ങനത്തെ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. പിന്നെ സോക്സും കാര്യങ്ങളും ഒക്കെ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള. പിന്നെ കുഞ്ഞിനെ തുടയ്ക്കാനുള്ള കൊച്ചു ഫേസ് ടവൽസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് വെക്കാനുള്ളത് കുഞ്ഞുങ്ങളുടെ. ബാക്കി ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, കുഞ്ഞുടുപ്പുകളൊക്കെ, ഈ ടവൽസ് ഒരുപാടെണ്ണം കരുതിയേക്കണം. കാരണം ചിലപ്പം യൂറിൻ ലീക്കായോ പെട്ടെന്ന് നനയുമ്പോഴത്തേക്കും നമുക്ക് അത് റാപ്പ് ചെയ്യാനുള്ളത് മൊത്തം മാറ്റിയേ പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് ടവൽസ് ആണ്. എനിക്ക് കഴിഞ്ഞ പ്രഗ്നൻസിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായ കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഇതിപ്പോൾ കമ്പാരിസൺ പറഞ്ഞു വന്ന് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വരെ എത്തി. പിന്നെ റാഷ് ക്രീമായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഡെർമാഡ്യൂവിൻ്റെ ഒരു ക്രീമുണ്ട്, ഒരു ലോഷൻ, അതാണ് കേട്ടോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും നീനുമ്മയ്ക്ക് അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അവൾക്ക് വലിയ റാഷിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം എപ്പോഴും നമ്മൾ അവരുടെ യൂറിൻ പാസ് ചെയ്തതിന് ശേഷം അവിടെ ഒരിക്കലും വെറ്റായിട്ടിരിക്കാൻ സമ്മതിക്കരുത്. എപ്പോഴും ഡ്രൈ ആക്കി തന്നെ വെക്കണം. അപ്പോൾ റാഷസ് ഒക്കെ ഒരുപാട് കുറവായിരിക്കും, റാഷസിൻ്റെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ബാഗൊന്നും പാക്ക് ചെയ്തിട്ടില്ല. ഇനുമയുടെ ഈ സമയത്തൊക്കെ നമ്മൾ ഓൾറെഡി ബാഗും സാധനങ്ങളും തൊട്ടിലും എല്ലാം സെറ്റ് ചെയ്തായിരുന്നു. പിന്നെ ഒന്നാമത്തെ കാര്യം, നമ്മൾ തൊട്ടിലും കാര്യങ്ങളും ഒന്നും ഒരുപാട് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. കാരണം കഴിഞ്ഞ പ്രഗ്നൻസിയിൽ തന്നെ നമുക്ക് മനസ്സിലായി ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്, ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇതൊക്കെയാണ്. അതിനകത്ത് പല സാധനങ്ങളിലും നീനുമൊക്കെ ഇടന്നിട്ട് പോലും ഇല്ല. അങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ അതേ കണക്ക് വെച്ച് ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് യൂസ്ഫുൾ ആണെന്ന് ഭയങ്കരമായിട്ട് ഇപ്പോഴും തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൊട്ടിൽ തനി ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന തൊട്ടിലുണ്ട്. അതിൽ പക്ഷെ നമ്മൾ ഇപ്പോഴേ കിടത്തിക്കൂടാ, കാരണം തലയൊന്നും ഉറച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആടുന്നതിനകത്ത് ഇപ്പോഴേ കിടത്തിക്കൂടാ. പിന്നെ അല്ലാത്ത തൊട്ടിൽ നീനുമ്മയുടെ ഇരിപ്പുണ്ട്. പിന്നെ ഒന്നും പാക്ക് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. ഇനി വേണം എല്ലാം പാക്ക് ചെയ്യാൻ. ബേബിയുടെ ഹോസ്പിറ്റൽ എസെൻഷ്യൽസ് ഒക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ, അത് വരും. ഞാൻ അതിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നിങ്ങൾ കൊണ്ടുപോവേണ്ടതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ നിർത്തട്ടെ. ഇതിലെന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഞാൻ എല്ലാ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ കൂടിക്കലർത്തിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. എനിക്ക് നീനുമ്മയുടെ സമയത്ത് എനിക്ക് ദേഹം മുഴുവൻ ഭയങ്കര നീരായിരുന്നു. പക്ഷെ ഈ പ്രഗ്നൻസിയിൽ എനിക്ക് അങ്ങനെ നീരൊന്നുമില്ല. 8 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ദേഹവും കയ്യും എനിക്കിങ്ങനെ ബോളൊക്കെ തന്നായിരുന്നു, ഇങ്ങനെ പിടിച്ചോണ്ട് വരും. ഏട്ടൻ ഓർമ്മയുണ്ടോ? ബോളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പം നീരൊന്നും വന്നിട്ടില്ല കേട്ടോ. ഫേസിൽ ചെറിയൊരു നീരല്ലാതെ എനിക്ക് വേറെ നീരൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.